സച്ചിൻ വള്ളിക്കാട് നമ്മളോടൊപ്പം ചേരുന്നു എന്നാണ് കരുതുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകരോടൊന്നും പ്രതികരിക്കാതെ പോകുന്ന രാഹുലാണ്. MLA ഓഫീസിൽ എത്തിയതിനു ശേഷവും അവിടെ ധാരാളം മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു. ആരോടും പ്രതികരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇന്ന് പറയുവാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി മറ്റു കാര്യങ്ങളൊന്നും പറയുവാനില്ല എന്നാണ് രാഹുൽ ആകെ പ്രതികരിച്ചത്. അതിനുശേഷം ഒരു MLA ഓഫീസിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് കയറി കഥ കടയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിച്ചത്. ഏതായാലും ഈ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആകെ പ്രതികരിച്ചത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും അല്പം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ MLA ഓഫീസിൽ എത്തിയതിനു ശേഷമുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തോടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല. അല്പസമയങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഈ പാലക്കാട് കുന്നത്തൂർ മേട് നോർത്തിലെ 24-ാം വാർഡിലെത്തി വോട്ട് ചെയ്തത്. വോട്ട് ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് വരികയായിരുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്നാൽ ഒരു ചോദ്യങ്ങളോടും പ്രതികരിക്കാതെ MLA ഓഫീസിനുള്ളിലെ ഒരു മുറിയിലേക്ക് കയറിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. തീർച്ചയായും സിന്ധൂരി, അത് തന്നെയാണ്. കാരണം വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴും രാഹുൽ പറഞ്ഞത് എല്ലാം കോടതിയിൽ പറഞ്ഞുകൊള്ളാം, നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാം ബോധിപ്പിച്ചോളാം എന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിൽ കൂടുതലൊന്നും മാധ്യമപ്രവർത്തകരോട് ഒന്നും പറയാനില്ല എന്ന കാര്യം തന്നെയാണ് രാഹുൽ സമയം മുൻപ് വ്യക്തമാക്കിയത്. ആവർത്തിച്ച് പറയുന്നതും ഇത് തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനെ പറ്റി ചോദിച്ചപ്പോഴും അല്ലെങ്കിൽ താങ്കൾ എവിടെയായിരുന്നു, ഒളിവിൽ എവിടെയായിരുന്നു ഇത്രയും ദിവസം, പീഡന പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം പറഞ്ഞത് എല്ലാം കോടതിക്ക് മുന്നിൽ ബോധിപ്പിക്കുമെന്ന കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 5:45 കൂടിയാണ് പാലക്കാട് കുന്നത്തൂർ മേടിലെ 24-ാം വാർഡിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. 14 ദിവസത്തോളമായി ഒളിവിൽ കഴിയുകയായിരുന്നു. അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്ത് വലിയ രീതിയിലുള്ള നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രതിഷേധവുമായി LDF-ന്റെ അടക്കമുള്ള പ്രവർത്തകർ അവിടെ എത്തുന്നു. പ്ലക്കാർഡുകളും ഒക്കെ എന്തിയായിരുന്നു പ്രതിഷേധം. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹത്തിന് നടുവിലൂടെയാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത്. തുടർന്ന് പെട്ടെന്ന് തന്നെ രാഹുൽ അവിടെ നിന്നും പോലീസ് സുരക്ഷയോടുകൂടെ പുറത്തേക്ക് പോവുകയാണ്. അല്പസമയം മുൻപാണ് MLA ഓഫീസിലേക്ക് തിരികെ എത്തിയത്. ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്ന മുൻകരുതൽ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിൽ പെട്ടെന്ന് പുറത്തേക്ക് പോയതും. പിന്നീട് ഇപ്പോൾ തിരിച്ച് MLA ഓഫീസിലെത്തിയപ്പോഴും പലതരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല. കൂടുതലായി ഒന്നും പറയാനില്ല. താൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ പറയുമെന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. 15-ാം തീയതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ എന്ന കാര്യമടക്കം ചോദിച്ചു. അതിലൊക്കെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി മാത്രമാണ്. യാതൊരു മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായി നൽകിയിട്ടില്ല. എല്ലാം കോടതിക്ക് മുന്നിൽ പറയുമെന്ന കാര്യം മാത്രമാണ് രാഹുൽ ഇപ്പോൾ മറുപടിയായി പറയുന്നത്. രാഹുലിനൊപ്പമുള്ളത് ചില യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രവർത്തകർ മാത്രമാണ്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ രാഹുലിനെ പുറത്താക്കിയപ്പോഴും ചില യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം ഒപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിനുള്ളിലെ മുറിയിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലായി ഒന്നും പ്രതികരിക്കാനില്ല എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. സമാനമായ രീതിയിൽ തന്നെ എല്ലാം കോടതിക്ക് മുന്നിൽ പറയുമെന്ന കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പുറത്താക്കിയ ഒരു MLA പ്രാദേശിക നേതൃത്വത്തിന്റെ തണലിൽ കഴിയും. അങ്ങനെയാണോ? അല്ല, നിങ്ങൾ രാഹുലേട്ടൻ എല്ലാ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മറുപടി പാർട്ടി പുറത്താക്കിയ ആളാണ്. പിന്നെ താങ്കൾ കവചം ഒരുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടായാൽ അടക്കമുള്ള ആളാണ് രാഹുലിനൊപ്പം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പൂർണ്ണമായ സംരക്ഷണയിൽ തന്നെയാണ് രാഹുൽ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മളടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വ്യക്തമാക്കിയതാണ്, കർണാടകയിൽ അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ പൂർണ്ണമായ സംരക്ഷണമാണ് രാഹുലിന് ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോഴും രാഹുലിന് കൃത്യമായ രീതിയിൽ സംരക്ഷണം ഒരുക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരാണ്. കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംരക്ഷണം രാഹുലിന് ഉണ്ടാവുന്നു എന്നത് തന്നെ ഏറെ അതിശയകരമാണ്. വരും ദിവസങ്ങളിലെ KPCC പ്രസിഡന്റും അതേപോലെ തന്നെ VD സതീശൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ മറുപടി പറയേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സംരക്ഷണം ഒരുക്കുന്നത്
പാലക്കാട്ട് KSU യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അത് ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന നേതാക്കളെ സംരക്ഷണം ഇപ്പോഴും ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് സച്ചിൻ, ഈ പാർട്ടി പുറത്താക്കിയ ഒരാളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ആൾക്കാരാണ്. അവിടെ എടുത്തു പറയേണ്ട കാര്യം ഷാഫി പറമ്പലിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ് രാഹുലിനെ രാഹുലേട്ട എന്ന് വിളിച്ച് ഇവിടെ സംരക്ഷണം ഒരുക്കുന്നത്, ആനയിച്ച് വോട്ട് ചെയ്യാൻ കൊണ്ടുവരുന്നത്, അവിടെ നിന്നും സുരക്ഷിതമായി MLA ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പാലക്കാട് രാഹുലിന് ഒരുക്കി കൊടുക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU ആൾക്കാരാണെന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ കേൾക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസ്, KSU, യൂത്ത് കോൺഗ്രസ്സുകാർ രാഹുലിൽ ഒരുക്കുന്ന സംരക്ഷണം പാർട്ടിയുടെ കൂടി സമ്മതത്തോടു കൂടിയാണെന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കുവാൻ? അതെ, എന്ന് പറയുമ്പോൾ പോലും രാഹുലിന് ഇപ്പോൾ എല്ലാ തോതിലുള്ള സംരക്ഷണവും KSUവിന്റെയും യൂത്ത് കോൺഗ്രസ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അവരാണ് രാഹുലിന്റെ ഒപ്പം വോട്ടെത്തിയപ്പോഴും ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ, പൂർണ്ണമായ രീതിയിലുള്ള സംരക്ഷണം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളുടെ ാവുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്പസമയം മുൻപാണ് പാലക്കാട് MLA ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 14 ദിവസത്തോളമായി തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മുങ്ങിയിട്ട് അതിനുശേഷം എവിടെയാണ് എന്ന കൃത്യമായ എവിടെയാണ് മുങ്ങിയത് എന്നതിനൊന്നും തെളിവില്ലായിരുന്നു. തുടർന്ന് 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥിക്കായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നു. കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. രാഹുലിൻ്റെ പ്രതികരണത്തിൽ നിന്നും യാതൊന്നും പ്രതികരിക്കാനില്ല. തനിക്കെതിരെ ഉയർന്നു വന്ന പീഡന പരാതി, തനിക്കെതിരെ യുവതി നൽകിയ പരാതിയെ ഒക്കെ ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല. എല്ലാം കോടതിക്ക് മുന്നിൽ മാത്രം ബോധിപ്പിച്ചോളാം എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ രാഹുലിൻ്റെ മറുപടി താൻ കൂടുതലൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് 14 ദിവസമായി. അതിനുശേഷമാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പാലക്കാടേക്ക് എത്തിയത്. പാലക്കാടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ തന്നെയാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് പൂർണ്ണ തോതിലുള്ള ഒരു സംരക്ഷണം രാഹുലിനെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നു. കർണാടകയിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള നേതാക്കളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെ പാലക്കാടേക്ക് ഇത്രയും ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുലിന് പൂർണ്ണ തോതിൽ സംരക്ഷണം ഒരുക്കുന്നു കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ ഭാരവാഹികൾ എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.